ഭിന്നശേഷി ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ DAWF-ന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി ജീവനക്കാർ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. RPWD ആക്ട് അടിസ്ഥാനത്തിൽ ഭിന്നശേഷി ജീവനക്കാർക്ക് അവരുടെ അവകാശപ്പെട്ട സേവനങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കുക, ജോലിക്കയറ്റം, സ്ഥലം മാറ്റം, കൺവെയൻസ് അലവൻസ്, പഞ്ചിങ്, ഓഫീസ് ഭിന്നശേഷി സൗഹൃദമാക്കൽ തുടങ്ങിയവ അടിയന്തരമായി നടപ്പിലാക്കുക, സൂപ്പർന്യൂമറിയേറ്റ് തസ്തികയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ഭിന്നശേഷി ജീവനക്കാരെയും റെഗുലറൈസ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണ മുൻ MP A. സമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. DAWF ജനറൽ സെക്രട്ടറി ഗിരീഷ് കീർത്തി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DAWF സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് പരശുവയ്ക്കൽ മോഹനൻ, PV ഭാസ്കരൻ, ആര്യ ബൈജു, അജി അമ്പാടി, ജയ സാലി, മണികണ്ഠൻ TA, ഷൈജുദാസ്, റജി, അജിതകുമാരി തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് നടപ്പാക്കിയത്. പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. സമാനമായ രീതിയിൽ തന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന നിലയിൽ 40% RPWD ആക്ടിൽ പറയുന്ന 40% മുതലുള്ള മുഴുവൻ ജീവനക്കാർക്കും ഈ ആനുകൂല്യം വേണം. കൺവെയൻസ് അലവൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, പല പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. ചിലപ്പോ ഒരു ദിവസം തന്നെ 100, 150, 200 രൂപയെ മുടക്കി ജോലിക്ക് വരേണ്ട സ്ഥിതിയുണ്ട്. ഈ മോട്ടോർ ട്രൈസൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചെലവാണത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത്. ചിലപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചു ജോലിക്ക് വരേണ്ടതായിട്ട് വരും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭിന്നശേഷി ജീവനക്കാർക്ക് ഒരു കൺവെയൻസ് അലവൻസ് യാത്രാപ്പടി ഗവൺമെന്റ് തീരുമാനിച്ചത്. ആ യാത്രാപ്പടിക്ക് എന്താ സംഭവിച്ചത്? ഇവിടെ പേരൻഷം വന്നു, ശമ്പള പരിഷ്കരണം. ആ ശമ്പള പരിഷ്കരണം വന്നപ്പോ എല്ലാ കൺവെയൻസ് അലവൻസ് 10% വർദ്ധിപ്പിച്ചാൽ മതി എന്നൊരു പൊതുവായ തീരുമാനം എടുത്തു. അങ്ങനെ വന്നപ്പോ മറ്റു കൺവെയൻസ് അലവൻസിനെ പോലെയാണോ ഭിന്നശേഷിക്കാരന്റെ കൺവെയൻസ് അലവൻസ് കാണേണ്ടത്? നേരത്തെ ഉണ്ടായിരുന്ന കൺവെയൻസ് അലവൻസ് എത്രയാ? 200, 400 ആയത്. 400, 600, 1000-മായി. അതാണ് കൺവെയൻസ് അലവൻസിന്റെ നാൾവഴി. ഈ 1000 പിന്നെ എത്രയായത്? 1100. അതെന്താ? പേരവിഷനിൽ പറഞ്ഞ പൊതുവായ മാനദണ്ഡം എന്തായിരുന്നു? ആ മാനദണ്ഡം 10% അതിനകത്ത് വെച്ച് തീരുമാനിച്ചെന്ന് പോവുക. അങ്ങനെ തീരുമാനിച്ച് കേരളത്തിലെ ഭിന്നശേഷി ജീവനക്കാരെ നിയമിച്ച IAS കാരന്റെ അണ്ടർ സെക്രട്ടറിയായ ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് ബിജി പ്രഭാകർ. സാമൂഹ്യ നീതി വകുപ്പിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ച അദ്ദേഹം